ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് കാവിൻപുറം എന്ന സ്ഥലമാണ്. നമ്മുടെ ട്രിവാൻഡ്രം പുളിയറക്കുണത്തിന് സമീപമായിട്ട് കാവിൻപുറം, നമ്മുടെ ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ പുളിയറക്കുണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ട്രിവാൻഡ്രത്ത്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് കാവിൻപുറം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി വരുന്ന ഈ കാണുന്ന ഒരു ലക്ഷറി വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറൊക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് 4,850 സെൻറ്റിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമുക്കപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റ് വരും. അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫ്രെയിം പോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് പണിയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ടെറാക്കോട്ടയുടെ മെറ്റീരിയലൊക്കെ നമുക്ക് ആ ഒരു സൈഡിൽ ഒരു ബ്രൗൺ കളർ വന്ന ഒരു പ്രത്യേക എടുപ്പ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലക്ഷറി വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന തറയിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ലുക്കാണ് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ കാണുന്നത്. കണ്ട ഒരു മോഡേൺ ലുക്കിൽ പണിയേൽപ്പിച്ചിട്ടുള്ളതാണ്. ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ ഒരു സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഒരു കവേർഡ് ഒരു പാർക്കിംഗ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്ത് ഈ ഒരു ഭാഗം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ കൊടുത്ത് ഇവിടെയും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ ബുദ്ധനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീട് പീസ്ഫുള്ളായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ബെറ്റർ ഒരു ഓപ്ഷനാണ്. കണ്ടോ? അപ്പോൾ നന്നായിട്ടൊരു ബുദ്ധനെ കൊടുത്ത് ഈ ഒരു സൈഡിൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനൊക്കെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കണ്ടോ, അങ്ങ് അറ്റം വരെ സൈഡിൽ ഫുള്ള് നമുക്ക് ഗാർഡൻ പ്രൊവിഷനൊക്കെ കൊടുത്ത് വീടിൻ്റെ ബാക്ക് നമുക്ക് കണ്ടോ ഈ സൈഡിൽ വഴി പോകുമ്പോഴത്തേക്ക് കണ്ടോ ഈ ഒരു ആംബിയൻസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ? ഇവിടെ അകത്ത് നമുക്കൊരു ഏതൊരു വലിയ കാർ വരെ ഇടാൻ വേണ്ടി പറ്റുന്ന തന്നെ നമുക്ക് അപ്പോൾ കവേർഡ് പാർക്കിങ്ങിനെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ചിലപ്പം കവേർഡ് പാർക്കിംഗ് നമുക്ക് കുറച്ച് ലെങ്ത് കുറവായിരിക്കും. ചിലപ്പോൾ നീളമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഭാഗം പുറത്തേക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അകത്ത് വിശാലമായിട്ട് തന്നെ ഒരു വലിയ വണ്ടി ഫുള്ളായിട്ട് നനയാതെയൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് സേഫായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇവിടെ പുറത്ത് നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെയും നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. പിന്നെ നമ്മൾ മുന്നിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ടെയിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റ് ടെയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ചെയറൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും പ്രൊജക്ടർ ലൈറ്റിങ്ങുമാണ് നമുക്ക് മുകളിൽ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ഫാൻസി ലൈറ്റും നമുക്ക് ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഡോറ് വരുന്നുണ്ട്. കണ്ടോ? ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് വരുന്നത്. നല്ലൊരു പാറ്റേണും നല്ലൊരു ഡിസൈനും കൊടുത്തിട്ട് തന്നെയാണ് ഒരു വൈഡായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഇത് വരുന്നത്. ഇനി അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം അത്രയ്ക്ക് വൈഡായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറിലാണ്. കണ്ടോ? എവിടെ നോക്കിയാലും നമുക്ക് നല്ലൊരു ലുക്കും ഒരു മോഡേൺ ലുക്ക് തന്നെ കിട്ടുന്ന രീതിക്കാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് ഏരിയ 2 പോർഷനിലുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കൊരു ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? തറയിലെ നമുക്ക് ടെയിൽ ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേണാണ് വരുന്നത്. അത് നല്ലൊരു ലുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ ഒരു സീലിംഗ് ഫാൻ കൊടുത്തിട്ട് സീലിംഗ് വർക്ക് നമുക്ക് കണ്ടോ ഈ ഒരു പാറ്റേണാണ് നമുക്കിവിടെ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ 2 വിൻഡോ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അത് രണ്ടും തന്നെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ കണ്ടോ അവിടെ നമുക്ക് ടെക്സ്ചർ വർക്കാണ് മുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെയറിൻ്റെ പോർഷനാണ്. നമുക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇപ്പോൾ 20x18 നമുക്ക് ഈ കാണുന്ന 2 ലിവിങ് ഏരിയ. ഇത് അവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനാണ് വരുന്നത്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 20x18 ഡയമെൻഷൻ പറഞ്ഞത്. കണ്ടോ? അത്രയും വൈഡായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് മുകളിലോട്ടുണ്ടോ ഇങ്ങനെ ഒരു രീതിയുള്ളതാണ്. നമുക്കിവിടെ മുകളിൽ സ്റ്റെയർ കയറി മുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ലിവിങ് ഏരിയ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു ടി വി വരെ വയ്ക്കാനുള്ള വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് പുറത്ത് ഡിസൈനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ധാരാളം നമുക്ക് ടി വി യൂണിറ്റിൻ്റെ താഴെയും കണ്ട ഈ സൈഡിലായിട്ടൊക്കെ ധാരാളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്കപ്പം ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഫ്രണ്ട് പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സോഫയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അവരെ നിർത്താം. അതല്ല നമുക്കിപ്പോൾ കുറച്ചും കൂടെ അകത്തോട്ട് നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള ലിവിങ് ഏരിയയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 പോർഷനായിട്ട് നമുക്ക് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ നമുക്കിവിടെ ചെയ്യുകയോ അല്ലെങ്കിൽ കർട്ടൺ കെട്ടാൽ തന്നെ നമുക്ക് അവിടെ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഇവിടെ സ്റ്റെയർ കയറുന്നതിൻ്റെ പുറകു സൈഡിലായിട്ടാണ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത് നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ പോർഷൻ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഫുള്ള് അറേഞ്ച് ആയിട്ടുള്ളത്. പിന്നെ ഇനി നമുക്കിവിടെ വരുന്നത് ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 12x10 നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ കണ്ട അതേ ടൈപ്പാണ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ കിച്ചന് നമുക്ക് ആ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഈ ഒരു പോർഷനാണ് വരുന്നത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹാൻഡ് വാഷിന് വേണ്ടി നമുക്ക് സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ കബോർഡ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടെയിൽ നമുക്ക് സെയിം ടെയിൽ തന്നെയാണ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിക്കാണ് സീലിംഗ് വർക്ക് അറേഞ്ച് ആയിട്ടുള്ളത്. നമുക്ക് ഇനി മുകളിൽ പോർഷനൊക്കെ നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് കയറുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഒരു പാർട്ടീഷൻ പോലെ ഒരു സംഭവം നമുക്ക് ഈ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇപ്പുറത്ത് കാണുന്ന ആ ഒരു അവിടെയാണ് നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം കവർ ആവാൻ വേണ്ടി, അതായത് ഓപ്പണായി കിടക്കാതെ ഒരു മറ പോലെ കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ പാർട്ടീഷനായിട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ആ ഒരു ബെഡ്റൂമിന് ഒരു പ്രൈവസി കിട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ കാണാം. നമുക്ക് ഓപ്പൺ കിച്ചൺ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ധാരാളം ഷെൽഫ് കണ്ടോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോ ഫ്രെയിമൊക്കെ വയ്ക്കാനൊക്കെ ധാരാളം സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമുക്ക് ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ കിച്ചൺ ഫുള്ള് ചെയ്തിട്ടുള്ളതുണ്ടോ. ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല തറയിലുണ്ടോ നമുക്കൊരു വെറൈറ്റി ടെയിൽ പാറ്റേൺ ഡിസൈനാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് ആവശ്യമാണ്. ബാക്കി നമുക്കിവിടെ കബോർഡ്സ് കണ്ടോ ഈ ഒരു തീമിലാണ് കൊടുക്കുന്നത്. അവിടെ ഒരു വുഡൻ ഫിനിഷിങ്, ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടൊരു കളറും ഇവിടെയാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള ഒരു സിങ്ക്, അപ്പോൾ മൾട്ടി പർപ്പസിങ് സിങ്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിന് ധാരാളം ഫങ്ഷനിങ് ഉണ്ട്. നമുക്കപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ബാക്കി നമുക്ക് താഴെ ഇവിടെ കുറേ കബോർഡ്സുകൾ നമുക്ക് സ്പേസ് ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രോയറൊക്കെ നമുക്ക്, അപ്പോൾ കിച്ചൻ്റെ ഡ്രോയറൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നുണ്ടോ. ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ കുറേ പോർഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കണ്ടോ, ധാരാളം സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടോ. അപ്പോൾ കിച്ചൺ മുഴുവനും തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനും പാറ്റേണിങ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചൻ്റെ സീലിംഗ് വർക്ക് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പ്രൊജക്ടർ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും ആ ഒരു മുകളിൽ പോർഷനിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ കൂടെ വരുന്നുണ്ട് കണ്ടോ. ഈ കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. അവിടെ ടെയിൽ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ 10x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ 2 നമുക്ക് സ്പേസുകളുണ്ട്, സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ടോ. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ കിച്ചൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു പോർഷനിൽ
നനകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങറ്റത്തായിട്ട് നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് കത്തിക്കാനൊക്കെ ഉള്ള സ്പേസ് അങ്ങറ്റത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പുറകിലൊന്നും വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടോ. പിന്നെ ഔട്ട് ബാക്കി നമുക്ക് കണക്ഷൻ ഇലക്ട്രിസിറ്റി എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമും കൂടെ കാണാം. നമുക്ക് അത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളെ കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ നമുക്ക് കണ്ടോ ഈ ഒരു പാറ്റേൺ ഡിസൈനാണ് നമുക്കിവിടെ ടെക്സ്ചർ വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റുകളുണ്ട്, ധാരാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഷെൽഫ് പോലെ ഒരു സംഭവം നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തുള്ള കാഴ്ച വരുന്നത്. ടൈല് നമുക്ക് ഫ്രണ്ടിലുള്ള ടൈലല്ല, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് വേറൊരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഉണ്ട്, 4 ഡോറ് വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 2 ഭാഗത്തായിട്ട് 2 ഡോറ് വരുന്ന വാർഡ്രോബും സൈഡിലുണ്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിററാണ് നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് PVC ഡോർ തന്നെയാണ് നമുക്ക് ബാത്റൂം വരുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ പ്രവേശിക്കും, നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈല് തന്നെയാണ് തറ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള്. ഷവർ ബാക്കി എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ടൈല് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറർ, വാഷ് ബേസിനും ബാക്കിയെല്ലാം തന്നെ നമുക്കിവിടെ അറേഞ്ച്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ വുഡൻ ഫിനിഷായുള്ള ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. വുഡനും സ്റ്റീൽ ഫിനിഷാണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ പുറകു സൈഡിൽ കണ്ട ഒരു ടെക്സ്ചർ വർക്കാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് മുകളിലോട്ട് പോകാം. നമുക്ക് ഗ്രാനൈറ്റാണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളതുണ്ടോ. തറയിലപ്പോൾ നമുക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്ത ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. ഒരു വലിയൊരു ഹാൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാള് 28x22 ഡയമെൻഷനാണ്. നമുക്ക് ഇവിടെ പല പല പോർഷനാണ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പോർഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ തറയിൽ ടൈല് കണ്ടോ, ഈ നമ്മൾ താഴെ നേരത്തെ കണ്ട അതേ ടൈപ്പ് ടൈലാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെയും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബെഡ്റൂം വരുന്നത്, ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതുവഴിയാണ് നമ്മൾ സ്റ്റെയർ കയറി വന്നത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ സ്റ്റെയർ കയറി ഇങ്ങനെയാണ് വന്നത്, ഈ ഒരു പോർഷൻ വഴി ഇങ്ങനെ വന്നു. ഇവിടെ ആയിട്ട് നമുക്കൊരു ബെഡ്റൂം ഈ ഒരു പോർഷനിലുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട്. പിന്നെ നേരെ നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണ് ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ താഴെ നോക്കിയാൽ നമുക്ക് താഴോട്ടുള്ള വ്യൂവും കിട്ടും. കണ്ടോ, താഴെ നമുക്ക് ആ ഒരു TV യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടും. പിന്നെ അതാണ്ട് ഇവിടെ ആയിട്ടൊരു വലിയ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ലെങ്ത്തിനുള്ള ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കർട്ടൻ കണ്ടോ, വലിയൊരു കർട്ടനാണ് താഴെ വരെയുള്ള. കണ്ടോ, ഒരു വലിയൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കർട്ടൻ മാറ്റിയത് തന്നെ അവിടെ നിന്ന് നല്ലൊരു പ്രകാശം നമുക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങ് അറ്റം വരെ നമുക്ക് കിട്ടും. മുകളിലത്തെ ഫ്ലോറിലും കിട്ടും, താഴെയും കിട്ടും. ആ രീതിക്കാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിൽ സീലിംഗ് വർക്ക് കണ്ട് ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ലൈറ്റിങ് മുകളിൽ നിന്ന് കിട്ടുന്ന രീതിക്ക് ഈ ഒരു പോർഷനിലും ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഓരോ ബെഡ്റൂം കൂടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്ന 2 ബെഡ്റൂം കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന ഫസ്റ്റത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷൻ നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ 14x12 ഡയമെൻഷനുള്ള ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടെക്സ്ചർ വർക്ക് പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഇതാണ് സീലിംഗ് വർക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ ഒരു 4 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ ഒരു മിറർ വരാനുണ്ട്, അതും കൂടെ വരുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആകും. മിററിൻ്റെ ബാക്കിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം.
ഇപ്പോൾ PVC ഡോർ ഏരിയയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തറയിൽ ഈ കാണുന്ന ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററും സിങ്കും ബാക്കി എല്ലാ സംഭവം തന്നെ കോമൺ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 14x12 ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ തീമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്, ടെക്സ്റ്റർ വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് ബ്ലൈൻഡ്സ് ഒക്കെ നമുക്ക് വിൻഡോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ തന്നെയാണ് ഒരു 4 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. മിററൊക്കെ ഉണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈൽ പാറ്റേൺ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിൽ ടൈൽ കണ്ടോ, നെറ്റ് ടോപ്പ് വരെ വരുന്ന രീതിക്കാണ് ടൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്കുള്ളത് ഒരു ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെയാണ്. ഫസ്റ്റ് ഫ്ലോർ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണിയും കൂടെ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ബെഡ്റൂം 12x10 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഇവിടെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പം ബ്ലൈൻഡ്സ് തുറന്നുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് നമുക്ക് മൾട്ടിവുഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. 3 ഡോറാണ് വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വേണമെങ്കിൽ മിററും കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബാത്റൂം ഈ ഒരു രീതിക്കാണ് വരുന്നത്. മുകളിൽ അറ്റം വരെ വരുന്ന ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മിററും ബാക്കി സിങ്ക് എല്ലാം തന്നെ സാധാരണ കാണുന്ന അതേ രീതിക്ക് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള തന്നെ ഒരു ബാൽക്കണിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പോർഷനിലൊക്കെ എപ്പോഴും മഴ കാരണം വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഗ്രിപ്പുള്ള ടൈൽ ഇട്ടില്ലെങ്കിൽ സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു യെല്ലോ ഫോമിൻ്റെ ഒരു ചെടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് നല്ല വ്യൂ ഉണ്ട്. ചുറ്റുപാടും തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. വേറെ വീടുകളും താഴോട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലോസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാകും. ഈ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് മെയിൻ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബാൽക്കണി 12x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടെറാക്കോട്ടയുടെ ഒരു സംഭവം നമുക്ക് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ടോ. അതൊരു ബ്രൗൺ കളറിൽ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു യെല്ലോ ഫാമിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 12x4 ഡയമെൻഷനാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് ഈ ഒരു ഫാൻസി ലൈറ്റും ഇവിടെ നിന്ന് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഈ കാണുന്ന വീടിന് 1,10,00,000 നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അത് തീർത്തും നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഈ വീട് വന്ന് കാണണമെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണ് നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നമ്മൾ ലോണ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടിയ ഒരു വീടാണ്, അല്ലെങ്കിൽ പ്ലേസ് വേറെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.